ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-2 ഇപ്രകാരം യഹോവ അരുളിച്ചെയ്യുകയാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം കേൾക്കണം, ഭൂമി ചെവി തരണം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നമ്മളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്കുണ്ട്. 33.5 വർഷക്കാലം കർത്താവിന്റെ വാക്ക് കേട്ട കർത്താവിന്റെ പ്രിയങ്കരനായ ഒരു സഹോദരൻ ബ്രദർ മാത്യു ആണ് നമ്മളോട് കൂടെ ഇന്നിരിക്കുന്നത്. യേശു കർത്താവിനെ സ്വീകരിച്ച് കർത്താവിന്റെ ആ നാമത്തിൽ 33.5 വർഷക്കാലം ഹല്ലേലൂയ ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സഹോദരന് ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ആര് കേൾക്കും? ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾക്ക് കേൾക്കുവാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവരിൽ കൂടി നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ള ജീവിതങ്ങളിൽ കൂടി നമ്മൾക്ക് കേൾക്കുവാനായിട്ടും അറിയുവാനായിട്ടും ഈ കർത്താവ് ആരാണെന്ന് മറ്റുള്ള ജീവിതങ്ങളുടെ അനുഭവങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മളോട് കൂടെ ഇരിക്കുന്നത് ബ്രദർ മാത്യു ആണ്. ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ബ്രദർ സ്റ്റാൻലിയുടെയും ഡോക്ടർ അക്സയുടെയും ഫാദറാണ് ബ്രദർ മാത്യു. നമുക്ക് ഇന്ന് സഹോദരന്റെ ദൈവം നടത്തിയ വിധങ്ങളെ പറ്റി കേൾക്കാം. അച്ഛൻ പറഞ്ഞല്ലോ എന്നോട് 33.5 വർഷക്കാലം ഈ കർത്താവിന്റെ സ്നേഹത്തിലായിരുന്നു അല്ലെ? അതിലേ നമുക്ക് പറയാൻ പറ്റും, കർത്താവിന്റെ സ്നേഹത്തിലായിരുന്നു. അപ്പൊ അച്ഛനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ വ്യൂവേഴ്സിന് വേണ്ടി പറയാമോ? ആദ്യമായിട്ട്. തീർച്ചയായിട്ടും. ഞാൻ ആദ്യമേ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. അതെ. എന്റെ പേര് മാത്യൂസ് എന്ന്. ഞാന് എന്റെ നാടെന്ന് പറയുന്നത് പത്തനംതിട്ട വാര്യാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. വാര്യാപുരം എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല പങ്ക് ആൾക്കാർക്കും അറിയാം. വാര്യാപുരം യോഹന്നാച്ചൻ. അത് അങ്ങനെയാണ് നമ്മൾ ആ വാര്യാപുരം എന്നുള്ള പേര് തന്നെ അറിയപ്പെടുന്നത്. അതെ അതെ. അപ്പൊ വാര്യാപുരം യോഹന്നാച്ചന്റെ വീടിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് എന്റെ വീട്. എന്റെ വീട്ടിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഞങ്ങൾ 5 മക്കളും, 5 മക്കളിൽ ഒരാള്, ഒരു സിസ്റ്ററും, ഒരു 4 ആണുങ്ങളുമാണ്. അങ്ങനെ എന്റെ പിതാവെന്ന് പറയുന്നത് മിലിറ്ററിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നു. നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. മിലിറ്ററി. എന്റെ ഫാദറും മിലിറ്ററിയിലായിരുന്നു. അപ്പൊ മിലിറ്ററി ചിട്ട എന്ന് പറയുന്നത് ഒരു വലിയ പിന്നെ കാരണം അവർക്ക് അത് അങ്ങനെ ചെയ്തേ പറ്റും. പക്ഷെ അവര് വീട്ടിൽ വരുമ്പോഴും അതേ രീതിയിലായിരിക്കും പെരുമാറുകയും, സ്നേഹക്കുറവ് കൊണ്ടൊന്നുമല്ല, പക്ഷെ അതേ ആ അളവിൽ തന്നെ ആയിരിക്കും അവരത് ശീലിച്ചത്. ഇങ്ങനെ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്റെ പഠനകാലം കഴിഞ്ഞു. പഠനകാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത്, കാരണം ആ വാര്യാപുരം പ്രദേശത്ത് എന്ന് പറയുന്നത് ഒരുപാട് ദൈവത്തിന്റെ വചനം പിന്നെ കേൾക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട്. കാരണം വാര്യാപുരം യോഹന്നാച്ചന്റെ വീട്ടിൽ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് എല്ലാ ബന്ധുക്കോസുകാർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അതെ. അപ്പൊ അങ്ങനെ ഞാന് ആ വീട്ടിലെ പ്രാർത്ഥനയ്ക്കും സഭയിലെ ഞങ്ങളുടെ ചർച്ച ബോർഡിലെ അവിടുത്തെ ചർച്ചിലും ഒക്കെ ഞാൻ പോകാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട്, ഓർത്തഡോക്സ് പാരമ്പര്യമാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. കുടുംബത്തിൽ അതെന്ന് പറയുന്നത്, എന്റെ അമ്മ വിശ്വാസിയും എന്റെ പിതാവ് ഓർത്തഡോക്സ്. സ്നാനം എടുത്തതായിരുന്നു ഒരേ കാലത്ത്. എന്റെ അമ്മയുടെ കുടുംബം എല്ലാം വിശ്വാസി. എന്നാൽ എന്റെ പിതാവ് എന്റെ അമ്മയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുമ്പോൾ പെന്തക്കോസ്തിൽ വരാമെന്ന് പറഞ്ഞ് ആ രീതിയിലാണ് കല്യാണം കഴിക്കുന്നത്. ഈ കല്യാണം അവിടെയുള്ള സഭാകാളിൽ വെച്ച് കല്യാണം നടക്കുന്നു. കല്യാണം നടന്ന് പുറത്തിറങ്ങി എന്റെ പിതാവ് മിന്നി കെട്ടി അമ്മയെ വിശ്വാസത്തിൽ നിന്ന് അങ്ങനെ ആ ഒരു ഓർത്തഡോക്സ് ചർച്ചിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ജീവിതം വന്നു. ഞങ്ങള് മക്കള് 5 പേരുണ്ടായി. ആ 5 പേരിൽ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. ആ ഒരു ജീവിതം ഇങ്ങനെ നയിച്ചു പോരുമ്പോൾ എന്റെ ഒരു ചെറു പ്രായത്തിൽ, അപ്പം എന്റെ അമ്മയുടെ അപ്പച്ചനൊക്കെ ഉണ്ട്. അപ്പച്ചനുള്ളപ്പോ ആ വീട്ടിൽ വെച്ച് ഈ ആശാരി ഉപദേശിച്ചെന്ന് പറഞ്ഞു മിക്കവാറും വീട്ടിൽ എല്ലാവർക്കും അറിയാം.
വീട്ടിൽ വരികയും അവിടെ കൺവെൻഷൻ പോലെ മുറ്റത്ത് തന്നെ മൈക്കൊക്കെ കിട്ടി മുറ്റത്ത് കൺവെൻഷൻ ഒക്കെ നടത്തും. അപ്പച്ചന് വലിയ താല്പര്യം, അമ്മയുടെ ഫാദർ. അങ്ങനെ അപ്പച്ചന്റെ കൂടെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ വിളിച്ചോണ്ട് പോകും, പ്രേയറിനൊക്കെ പോകും. പക്ഷെ എന്റെ പപ്പ മിലിറ്ററിയിലായിരുന്നുകൊണ്ട് ജോലിയിലാണ്, ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ വീട്ടിലുണ്ട്. എങ്കിലും അപ്പച്ചന്റെ കൂടെ ഞാനിങ്ങനെ പോയി ഒരു പ്രാവശ്യം മെസ്സേജ് കേട്ട് ഞാൻ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. അന്നേരം ഒരു 7-ഓ 8-ഓ വയസ്സ് കാണും. കാരണം ഇതൊന്നും നമ്മള് ഓർത്തു വെക്കാനോ ഒന്നും അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. പോയി ദൈവവചനം കേട്ടു, രക്ഷിക്കപ്പെട്ടു. അതേ സമയത്ത് തന്നെ അഭിഷേകം പ്രാപിച്ചു. അതാണ് എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ അഭിഷേകത്തിന്റെ ശക്തി എന്നിൽ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മുദ്രയിട്ടതുപോലെയാണ്. അതെനിക്കത് പിന്നീട് അത് മനസ്സിലാക്കി. പക്ഷെ എന്റെ ജീവിതം മാറി മറിഞ്ഞു. സ്കൂൾ ജീവിതത്തിലൊക്കെ വലിയ, ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിൽ 2 വിധം ആൾക്കാരാണുള്ളത്. ഒന്ന് ദൈവമക്കളും, ഒന്ന് പിശാചിന്റെ മക്കളും. ദൈവത്തെ അനുസരിക്കാത്തവരെ പിശാചിന്റെ മക്കളായിട്ടാണ് നമ്മൾ കണ്ടത്, ഏത് മതത്തിലായാലും, അല്ലെ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ദൈവമക്കൾ, ഒന്ന് ദൈവത്തെ അറിയാത്ത മക്കൾ. അപ്പൊ ദൈവത്തെ അറിയാത്തവര് ഏത് രീതിയിൽ വേണേലും പ്രവർത്തിക്കും, എന്ത് വേണേലും ചെയ്യും. അതെ. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്, ദൈവത്തെ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തെ അറിഞ്ഞു, എന്റെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ എന്റെ സ്കൂൾ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഐ ടി പഠിക്കാനായിട്ട് കോഴഞ്ചേരി പോയി. ചെറുകോൽപ്പുഴയാണ് പഠിച്ചത്. ആ പഠനകാലങ്ങളൊക്കെ ശരിക്കും ഞാനൊരു ദൈവ പൈതലാണെന്നുള്ളൊരു ബോധമൊന്നും എൻ്റെ ഉള്ളിലില്ല. രക്ഷിക്കപ്പെട്ടതാണ്, അഭിഷേകം പ്രാപിച്ചതാണ് എന്നുള്ള ഒരു ബോധമോ ചിന്തയൊന്നുമില്ല. പക്ഷെ അന്ന് അച്ഛൻ്റെ കൂടെ പോയി രക്ഷിക്കപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്നുള്ളത് കവിഞ്ഞ് മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ എനിക്കറിയത്തില്ല, എൻ്റെ ചെറുപ്രായത്തിൽ. പക്ഷെ പിന്നീടുള്ള ജീവിതം എന്ന് പറയുന്നത് ലോകപ്രകാരം, അതായത് ഒരു ദൈവത്തിന് ഹിതമല്ലാത്ത ജീവിതമായിരുന്നു. നാട്ടിൽ ആര് കണ്ടാലും ഒന്നും പറയത്തില്ല. പക്ഷെ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് വളരെയധികം ഒരു മോശമായ രീതിയിലുള്ള ചിന്ത. ഞാൻ മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മദ്യപിച്ചതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ കൈയുടെ ഈ പാവമൊക്കെ നോക്കിയാൽ ഞാൻ ഈ സ്കൂളിന്റെ ഇതുപോലുള്ള ചില്ലുകളൊക്കെ അടിച്ച് പൊട്ടിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വലിയ കാര്യമായിട്ട് പറയുമല്ല, പക്ഷെ ജീവിതം അങ്ങനെ ആ രീതിയിലായിരുന്നു. എന്നാൽ എന്റെ ദൈവം എന്നെ മുദ്രയിട്ടു എന്നുള്ളത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാന് അവിടുന്ന് ITI പഠിച്ചു. എന്റെ പഠനമൊന്നും എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഞാന് SLC വരെ പോയെങ്കിലും അത് പൂർത്തീകരിച്ചില്ല. ITI പോയെങ്കിലും അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടില്ല. എല്ലാം പഠിച്ചു എന്ന് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളെല്ലാം പൂനെയിലാണ് സെറ്റിൽ ചെയ്തത്. എൻ്റെ പപ്പായും പൂനെയിലാണ് മിലിറ്ററി പൂനെയിലായിരുന്നു ലാസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത്. അങ്ങനെ അവിടെ സെറ്റിലായി. അങ്ങനെ അവിടെ സെറ്റിൽ ചെയ്ത് ഞാനും അവിടെ പോയി. എനിക്കും ജോലിയൊക്കെ ആദ്യമേ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയൊക്കെ ആയിരുന്നു. എന്നാൽ അതിനുശേഷം എനിക്കൊരു നല്ല ജോലി കിട്ടി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ജോലി കിട്ടുകയും ആ ജോലി കിട്ടി ഒരു 100-150 ദിവസം ഞാനവിടെ ജോലി ചെയ്തു. അപ്പോഴത്തേക്ക് അവിടെ യൂണിയൻ പ്രശ്നങ്ങളായി. യൂണിയൻ പ്രശ്നങ്ങൾ വരുമ്പോൾ യൂണിയൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം ജോലി ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് എന്റെ പേര് വന്നിട്ടില്ല. അപ്പൊ ഞാൻ അത്രയും ദിവസം ജോലി ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അവിടുന്ന് ജോലി നഷ്ടപ്പെട്ടു. അതെനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് ഞാൻ പിന്നെ വേറെ ജോലിക്ക് പരിശ്രമിച്ച് കിട്ടിയില്ലെന്നല്ല, കിട്ടിയെങ്കിലും എനിക്ക് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു അത്. നല്ല 3 ഷിഫ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ജോലി അത് പോയതിനു ശേഷം പിന്നെ അതുപോലെ ഒരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് വന്ന് ഞാൻ അവിടെ നിന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ വരുമ്പോൾ ഇനി ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെയാണ് ഞാൻ വന്നതൊക്കെ. നാട്ടിൽ വന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ടായി. കാരണം പപ്പായുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എത്ര ജോലി ചെയ്താലും മതി വരത്തില്ല. കാരണം അവരങ്ങനെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം. വീട്ടിലെ കാര്യങ്ങൾ, പശുവുണ്ട്, ആടുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, എല്ലാം ചെയ്യണം. അത് ചെയ്യുന്നതിന് മടിയുമില്ല.
പക്ഷെ എത്ര ചെയ്താലും എന്ത് ചെയ്തു പറ്റില്ല. സാറ്റിസ്ഫൈഡ് കാരണം വീണ്ടും വീണ്ടും ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യില്ല, കുറ്റങ്ങൾ പറയും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ പാടെ വളരെ വിഷമമായി, പ്രയാസമായി. ഞാൻ അവിടുന്ന് കാരണം ഈ ആണുങ്ങളല്ലേ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പുറത്തോട്ടൊന്ന് പോയി ഒരു ചായയും ഒരു ബോണ്ടയും വാങ്ങിച്ച് കഴിക്കുന്നത് പൈസ ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാം പപ്പായ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അന്നേരം പിന്നെ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് പറങ്ങാണ്ടിയും പിന്നെ തേങ്ങായും ഒക്കെ എറിഞ്ഞിട്ട് അത് ഒക്കെ എടുത്തുകൊണ്ട് പോയി വിറ്റ് പൈസ കൊണ്ട് കിട്ടുന്നതുകൊണ്ട് വേണം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ പറയുന്ന വാങ്ങിച്ച് കഴിക്കണം. പക്ഷേ എനിക്കത് അവസാനം നിൽക്കാൻ വയ്യാതായപ്പോൾ ഞാൻ വീട് വിട്ടിറങ്ങി. വീട് വിട്ടിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്റെ അമ്മാച്ചൻ ബിലായിലുണ്ട്. ബിലായിൽ ഞാൻ പോകാനായിട്ട് തീരുമാനമെടുത്തു. ഇനിയിപ്പം എന്ത് വന്നാലും വേണ്ടില്ല, ഇനി വീട്ടിലോട്ട് മടങ്ങി വരുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ബിലായിലേക്ക് പോകും. ബിലായിൽ ഞാൻ ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ എന്റെ അമ്മാച്ചനുണ്ട്, എന്റെ അമ്മയുടെ അനിയത്തിയുമുണ്ട്. അവരവിടെ പൊളിറ്റിക്കലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ചെന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞിടാ, വാര്യാവരെ യോനാച്ചന്റെ ജ്യേഷ്ഠൻ ഷമേൽ ചാൻ എന്ന് പറഞ്ഞ PS ഷമേൽ ചാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇവിടെ അടുത്താന്ന് പറഞ്ഞു. ഞാനത് കേട്ട പാടിയപ്പോ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് അവിടെ ഒന്ന് പോകണം, അച്ഛനെ ഒന്ന് കാണണം. കാരണം എനിക്ക് അച്ഛനെ അറിയാം, യോനാച്ചന്റെ ജ്യേഷ്ഠൻ. അച്ഛനെ വിവാഹം കഴിച്ചിട്ടില്ല, അവിടെ പോയി സുവിശേഷം വേല നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനെ കാണുകയും പെട്ടെന്ന് എന്റെ വായിരുന്നു ചൈനീസ് സ്നാനം. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ നാട് വിട്ടു പോവുകയാണ്. പോയി അവിടെ ചെന്നിട്ട് ഇത് പറയാനൊന്നും അല്ല പോയി, ഞാൻ കണ്ടു കേട്ട് എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമോ കിട്ടിയില്ലെങ്കിലോ എന്തായാലും വീട്ടിൽ പോരുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഈ പോകുന്നത്. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ചൈനീസ് സ്നാനം. ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു അവിടെ അങ്ങനൊന്നും സ്നാനപ്പെടാൻ പറ്റത്തില്ല. ഇല്ല ചൈനയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അതൊന്നും പറ്റത്തില്ല, ഞാൻ കുറെ വാക്യങ്ങൾ തരാം, നീ ഒരു കാര്യം ചെയ്യുക, അതെല്ലാം പഠിച്ചിട്ട് പിന്നെ വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ അച്ഛൻ കുറെ വാക്യങ്ങൾ എഴുതി തന്നു. ഞാനതെല്ലാം വീട്ടിൽ വന്നിട്ട് വീണ്ടും നോക്കി. എനിക്ക് ആക്ച്വലി അതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ, കാരണം വാചനം വായിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. അങ്ങനെ ഞാൻ അവിടെ നിന്നും പിന്നെ ഈ അച്ഛനെ രണ്ടാമത് പോയി കണ്ടിട്ട് പറഞ്ഞത്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്നു. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അമ്മാച്ചനോടും അമ്മയുടെ അനിയത്തിയോടും പറഞ്ഞു. അവർക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ തീരുമാനമെടുത്ത് സ്നാനത്തിനായിട്ട് കാര്യങ്ങളെല്ലാം അവിടുത്തെ സഭ ക്രമീകരിച്ച് അവിടെ ചെന്ന് എന്റെ സ്നാനം എന്റെ കൂടെ 3 പേരും കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു കുളത്തിലാണ് അവിടെ എല്ലാം നടത്തുന്നത്, പ്രായക്കുള്ളിൽ. അപ്പൊ ആ കുളത്തിൽ സ്നാനമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വന്നു വീട്ടിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഫോൺ. എന്റെ ജ്യേഷ്ഠൻ പൂനെയിലുണ്ട്. നിനക്ക് വിസ ലഭിച്ചിരിക്കുന്നു, പെട്ടെന്ന് നീ തിരിച്ചു വരണം അബുദാബിക്കുവാൻ. അപ്പൊ 1991 സംഭവം. 91 മെയ്യില് ഏപ്രിലാണ് ഈ സംഭവം. അപ്പൊ ഏപ്രിലിൽ പെട്ടെന്ന് ഞാൻ ഒരാഴ്ച അവിടെ നിന്നു. എല്ലാം ഒന്ന് സ്റ്റീൽ പ്ലാന്റ് ഒക്കെ ഒന്ന് കണ്ട് കേട്ടിട്ട് പെട്ടെന്ന് ഞാൻ നേരെ പൂനെയിൽ നിന്ന് നാട്ടിൽ ചെന്ന് മെയ് 4 ഞാൻ അബുദാബിക്ക് വന്നതാണ്. എന്നാൽ ഇത്രയും സംഭവമാണ്. അബുദാബിക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് 33 വർഷത്തെ എന്റെ ജീവിതം അവിടെ അബുദാബിയിലായിരുന്നു. എന്നാൽ ഇതിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്റെ പിതാവ് എടുത്ത ചില തീരുമാനം. എന്റെ പപ്പ എന്നോട് പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട് ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞു 4 കൂട്ടം കാര്യങ്ങളായിരുന്നു. 1, വീട്ടിൽ കയറ്റത്തില്ല. 2, പിന്നെ എന്റെ വീട് ഞാൻ നിനക്ക് തരത്തില്ല. 3, എന്റെ ശവം ഞാൻ കാണിക്കത്തില്ല. ഇങ്ങനെ വസ്തു ഞാൻ നിനക്ക് തരത്തില്ല. ഇങ്ങനെ 4 കൂട്ടം കാര്യങ്ങൾ. ഞാന് എന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞത്, എനിക്ക് വസ്തു വേണ്ട, വീട് വേണ്ട, മരിച്ച ശവത്തെ എനിക്ക് കാണണ്ട, പിന്നെ സ്ഥലവും എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, ഈ ഭൂമിയെയും ഭൂതലത്തെയും സൃഷ്ടിച്ച ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് ദൈവത്തിന്, എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു തീരുമാനമെടുത്ത് ഞാൻ മുന്നോട്ട് പോയി. ഇതിനിടയിൽ ഞാനിപ്പോ അബുദാബിയിൽ വന്നല്ലോ. അങ്ങനെ ഈ വിസ കിട്ടി അബുദാബി വന്നിട്ട് ഞാൻ അവിടെ ജീവിച്ചു പോരുമ്പോൾ ഇതിനിടയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം പപ്പായ്ക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. കാരണം ഞാൻ ഒരു പെട്ടിയും ഇട്ട ഡ്രസ്സുമായിട്ടാണ് പിന്നെ
അബുദാബിക്ക് പോരുന്നു. അബുദാബി വന്നിട്ട് അപ്പൊ എനിക്ക് എന്റെ പഠന സംബന്ധമായിട്ട് എനിക്കൊന്നുമില്ല. ആദ്യമേ തന്നെ ഞാൻ ചെന്ന് കയറുന്നത് പറഞ്ഞാൽ അവിടുത്തെ മാപ്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ കയറുന്നത്. മാപ്കോ ഒരു വലിയ കമ്പനിയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കയറി. അവിടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ പിന്നെ ഒരു ഹെൽപ്പറായിട്ടാണ് എന്നെ എടുക്കുന്നത്. ഒരു ഹെൽപ്പറായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തു തുടങ്ങി. അപ്പൊ എനിക്ക് മറ്റൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല. എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, IT പഠിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഷോ ചെയ്തിട്ട് നമുക്ക് അവരോട് പറയാം എനിക്ക് ഇന്ന കാര്യങ്ങൾ അറിയാവുന്നത്. ഇതൊന്നും അറിയത്തില്ല. ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പഠിച്ചെന്നുള്ളതേ ഉള്ളൂ. ഒരു സർട്ടിഫിക്കറ്റിനാണല്ലോ വാല്യൂ. അങ്ങനെ ഞാൻ അവിടെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്തു. 2-3 മാസം കഴിഞ്ഞ് ഞാൻ ഒരു തമിഴ് എഞ്ചിനീയർ ഡാനിയൽ പറഞ്ഞു. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കിനി ഹെൽപ്പർ ജോലി ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊരു ടൂൾ ബോക്സ് ഒക്കെ തന്ന് എന്നെ ഒരു ട്രേഡ്മാൻ ആക്കും. ഞാൻ അതിനു വേണ്ടി ഞാനത് ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പം കമ്പനിക്കാർക്ക് അത് നല്ല പ്രോഫിറ്റായി. എനിക്ക് പിന്നെ ലേബറിന്റെ പൈസ തന്നാൽ മതി, ഞാൻ ചെയ്യുന്നത് ഒരു ട്രേഡ്മാന്റെ ജോലിയും ചെയ്യാം. അവർ ഡാനിയൽ സാർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഞാൻ തരാൻ പറഞ്ഞു. ഒരു അടുത്ത ആഴ്ച വന്നപ്പോൾ എനിക്ക് ഒരു ടൂൾ ബോക്സും തന്ന് എനിക്ക് 2 പേരെ ഹെൽപ്പറായിട്ട്. അങ്ങനെ ഞാൻ ആ പണിയൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. ആ നിലയിൽ മുന്നോട്ട് പോയി കുറെ വർഷം. അവിടെ ഒരു 2.5 വർഷമായപ്പോഴത്തേക്കും, അല്ല 19 മാസമായപ്പോഴത്തേക്കും കമ്പനിയുടെ ജോലി അടുത്ത പ്രൊജക്റ്റ് ഇല്ല. പാവപ്പാടെ പ്രശ്നമായി. അങ്ങനെ ആയപ്പോഴത്തേക്ക് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ പുതിയൊരു ജോലി കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ച് പലരും പറയുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു പരിചയമുള്ള ഒരാള് എന്നെ പറഞ്ഞു ഓക്കെ നീ ഒരു ഇന്റർവ്യൂവിന് പോകും. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരാൾ പറഞ്ഞു നീ ഇന്റർവ്യൂവിന് പോകുന്നു, കിട്ടുവാണെങ്കിൽ കിട്ടും. ആക്ച്വലി ആ ജോലി ഇന്റർവ്യൂവിന് നാളെയാ പോകേണ്ടതെങ്കിൽ ഇന്ന് വൈകിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ ഓഫീസിലേക്ക് വിളിക്കും. അപ്പോഴേ എനിക്കറിയാം ജോലിയില്ല എന്ന് പറഞ്ഞു വിടാനുള്ള കാര്യം. ഞാൻ രണ്ടും കൽപ്പിച്ച് ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, നാളെ തൊട്ട് ആ സൈറ്റിൽ പോകണ്ട, വേറൊരു സൈറ്റിലേക്ക് പോകണം. അപ്പോഴാണ്, കാരണം അന്നേരം ആ സമയത്തെല്ലാം കമ്പനിയിൽ നിന്ന് ആൾക്കാർ വിട്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്നെ വിടാനാണെന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ ചെല്ലുന്നത്. അഥവാ വിടുകയാണെങ്കിൽ അടുത്ത ദിവസം നാളെ മറ്റേ ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ എന്തെങ്കിലും കിട്ടുമോ. അപ്പൊ അവിടെ കിട്ടാനുള്ള ജോലി എന്താന്ന് ചോദിച്ചാൽ കോൾഡ് സ്റ്റോറിൽ ഈ ഫ്രോസൺ വരുന്ന ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യണം, ലോഡ് ചെയ്ത് പുറത്തിറക്കുക കൊണ്ടുപോകണം. ഇതൊക്കെ ഈ ജോലികളാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എന്ത് ജോലിയായാലും ചെയ്യുക, വന്നു ബാക്കി കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ ദൈവം അവിടെ അതിനെ അനുവദിച്ചില്ല. എന്റെ കമ്പനി പറഞ്ഞു നിനക്ക് ഇനി അവിടോട്ട് പോകണ്ട, വേറൊരു പ്രൊജക്റ്റിലേക്ക് സൈറ്റിലോട്ട് പോകാൻ. അങ്ങനെ ആ സൈറ്റിലോട്ട് ചെന്നു. അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് അപ്പൊ എനിക്ക് കുറെ കൂടെ ജോലിക്ക് ഉള്ള കോൺഫിഡൻസ് ഒക്കെ കുറെ കൂടെ താല്പര്യമായി ചെയ്യാനറിയാം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നെ അടുത്തതായിട്ട് പിന്നെ എന്നെ ഈ ചാർജന്റ് ആക്കി.